നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ബിജു മേനോന്റെ ക്യാരക്ടർ എന്തെന്നാ ഇങ്ങനെ ഒരു പോലീസാണെന്നോ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഒരാള് ദുബായ് UK വരുന്നു, എന്നിട്ട് അയാള് ഇങ്ങനെ വീട്ടിലേക്ക് തന്നെ ഇതായിട്ട് തോന്നുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും നമ്മള് വിചാരിക്കില്ല പോലീസാണെന്ന്. Yeah, even the others also, like, they were well going. The Alencier character, Alex, Prasanth character, those guys who is addressing him, no? Ajesh, so how did you get my name? That guy. So they were kind of quite natural, as in the introductions in actually other principle, like, the first 10 minutes engaging. I mean, people should. That will make sure that people will complete the film. I mean, they watch the film completely. That's kind of a theory. The first 10 minutes should be engaging, and I think it really worked that way. Yeah. പിന്നെ എനിക്ക് പിന്നെ തോന്നുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതില് ഗുരുവിന്റെ ക്യാരക്ടർ he was so എനിക്ക് മുന്നിൽ മുരളിയില് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഗുരുവിന്റെ ക്യാരക്ടർ. സത്യം പറയുകയാണെങ്കിൽ മിന്നൽ മുരളിയില് ക്യാരക്ടർ സൂട്ട് ആവുണ്ടാവില്ല. ലൈക്ക് ഇയാൾക്ക് ആ തമിഴ് ഇത് ആക്സെന്റ് വരുന്ന കാരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബേസ് ഉണ്ടായിരുന്നു അവര്. ഇതവര് അത് ഇടാത്ത കാരണം നമുക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതില് അങ്ങനെ ഒരു ബേസ് ഇട്ടുണ്ട്, ഇയാള് തമിഴ്നാട്ടിലത്തെ ആ ഒരു ഇതുള്ള കാരണം നമുക്കത് കുറച്ചും കൂടി ബിലീവബിളാ അയാൾ അങ്ങനെ ആക്സെന്റിൽ പറയുമ്പോ. മറ്റേത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് കുറെ കൂടി നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇതില് നാലാം മുറയില് ഇങ്ങനെ ആക്ടിങ്ങും ഇറ്റ് വാസ് നോട്ട് കൈൻഡ് ഓഫ് എക്സാജറേറ്റഡ് ആൻഡ് ഓൾ. കുറെ കാര്യങ്ങളും റിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ ഡയലോഗ്സിന്റെ ദ വേ ഹി ടോക്സ് വിത്ത് തമിഴ് സ്ലാങ് അങ്ങനെയാണെങ്കിലും ഇറ്റ് വാസ് മോർ എൻജോയബിൾ in this film. And acting of Guru was very nice in the way he was acting. അത് സ്യൂട്ട് ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. ലൈക് ആ ക്യാരക്ടറിന്റെ ആർക്ക് വെച്ച് നോക്കുമ്പോ ഇയാളുടെ ആക്ടിങ്ങും ഇതും സ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഗുരുവിന്റെ ക്യാരക്ടർ അതിൽ പറയണ വെച്ച് തന്നെ 38, 40, 42 year old എന്നുള്ള രീതിയിൽ പറയാം. But even the romance scenes also was very well played by him തോന്നി എനിക്ക്. അത് മറ്റേ എനിക്കൊരു കാര്യം തോന്നിയത് മറ്റേ മിന്നൽ മുരളിയിൽ ഇങ്ങനത്തെ ഒരു ആർക്ക് ചെറുതായിട്ട് വരുന്നത്. അത് എനിക്ക് അത്ര കുഴപ്പമില്ല, കുറച്ച് സിമ്പത്തി തോന്നും, അത്ര ഇതായിട്ട് തോന്നില്ല. ഇതില് കുറച്ചും കൂടി ഒന്ന് റിയൽ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ആ സോങ് ഉള്ള സീനൊക്കെ മറ്റേ ബോളിവുഡ് സിനിമയിലെ കാര്യം ഇങ്ങനെ പുറത്തേക്ക് പോണില്ല. ഇപ്പൊ ഒരു സ്റ്റോറി നടക്കണമെങ്കിൽ പെട്ടെന്ന് വേറെ കൂടെ പോയി കുറെ ആൾക്കാര് അവിടെ നിന്നൊക്കെ വന്ന് അങ്ങനെയും തോന്നണില്ല. അതിലുണ്ടായിരുന്ന ആൾക്കാരെ ഇയാള് ഈ രീതിയിൽ ഇമാജിൻ ചെയ്യണു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറച്ച് സ്പോയിലർ പറയാം, ഡ്രഗ്സിന്റെ ആയത് കാരണം അങ്ങനെ ആവണമാണ്. And that a cinematic point of view that makes sense also. What you said is right. അതായത് it's being colorful, and that song also, and he has well played the song as well. The song sequence he has done a very nice job. പിന്നെ ബിജുവിന്റെ ക്യാരക്ടർ, that is another negative review that people are saying, like Biju Menon is a proven actor, a seasoned actor, but he didn't have much to do എന്നുള്ള ഒരു പറയുന്നുണ്ട്. പക്ഷെ as the character, as a cop, and the way he has to do in his role, he is not a believer of torturing the അല്ലെ, അങ്ങനെയാണ് ഇയാളെ ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ബിലീവ് ചെയ്യുന്ന ആളല്ല. സോ ഹി ഹാഡ് ഹിസ് ഓൺ വേ ഓഫ് ആ ക്യാരക്ടർ ഹി ഹാസ് ഡൺ ഇറ്റ് വെരി വെൽ എന്ന് എനിക്ക് തോന്നുന്നു. അതും ശരിയാ. പിന്നെ അതില് ഒരു കാര്യം എനിക്ക് തോന്നിയത്, ബിജു മേനോന്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഇവര് ഇയാളെ പറഞ്ഞു വിടണമെന്നും പറയുമ്പോ ടോർച്ചർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ ഈ ആള് ഇങ്ങനെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതിന്റെ നറേഷനും ഭയങ്കര ഇതായിട്ട് വളഞ്ഞു പോകണം. we both liked that in the movie hall തന്നെ നമുക്ക് ഇഷ്ടമായി. അത് ശരിയാ. ഐ മീൻ
അത് പറയുമ്പോൾ അത് പറഞ്ഞത് അതിന്റെ ഫൺ പോവും. പക്ഷെ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ് ആൻഡ് ദാറ്റ് ഇസ് എ റീസൺ വൈ ഹി ഈസ് നോട്ട് ടോർച്ചറിങ്. ദാറ്റ്സ് റൈറ്റ്. യാ ആൻഡ് ദാറ്റ് ഈസ് വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അത് ശരിക്കും തോട്ട് ത്രൂ ആണ്. ആക്ച്വലി അത് പറയുമ്പോഴാണ് വെരി വെൽ പ്ലാൻഡ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ വായിച്ചത് ഒരു ഇറ്റ്സ് വെരി ലൂസ് സ്ക്രിപ്റ്റ്. It's not a lazy script എന്നൊക്കെ രീതിയിലാണ് somebody has written. But I didn't think that എനിക്ക് അവിടെ എങ്ങനെയും ഒരു ഒട്ടും അങ്ങനെ അതെനിക്ക് തോന്നിയില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് എ വെരി വെരി വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ വാട്ട് എവർ ലൂപ്പ് ഹോൾസ് എനിവൺ ക്യാൻ തിങ്ക് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് എ ഫിലിം ഓർ ദീസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് ഈസ് വെൽ പ്ലാൻഡ് ഇൻ ദ സ്ക്രിപ്റ്റ് എന്ന് തോന്നി. അങ്ങനെ ലേസി സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യണ്ടേ. ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ ആള് ടോർച്ചർ ചെയ്യാണ്ടിരിക്കാനായിട്ട് അതിനൊരു കാരണമുണ്ട്. അപ്പൊ അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലൂസ് സ്ക്രിപ്റ്റ് എന്നോ അത് ലേസി സ്ക്രിപ്റ്റ് എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ത്രെഡ് വളരെ ചെറുതാണ്. ആസ് യു റൈറ്റ്ലി സെഡ്, ദ സ്റ്റോറി ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ക്യാൻ ബി ടോൾഡ് ഇൻ എ വൺ ലൈൻ. Just to do start to end in 2 sentences you can tell the story. അങ്ങനെയുള്ളൊരു കാര്യം ലൈക്ക് ദ ഹോൾ മൂവി ഈസ് അറൌണ്ട് 2 hours, നിയർലി 2 hours. അത്രയും ലെങ്ത്തിലേക്ക് നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there is a craft in it. There is a kind of narration perspective വ്യത്യാസമുണ്ട്. It's not like investigation അവിടെ പോയി ഇവിടെ പോയി. I mean it's not like that. അതിന്റെ the way the story is being narrated is also different from normal investigation stories. പിന്നെ കുറച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കുറവാണ്. That's another way of planning. Actually actually this movie was made by Anthikad brothers. As in movie production is also from the same people, and the youngest, I think, Deepu, has directed the movie. They were into advertisement filmmaking. Ad filmmaking എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you cannot, I mean not that you cannot, they shoot whatever is required only. ഇതിലേക്ക് ഈ ഒരു 30 seconds ആഡിന് അല്ലെങ്കിൽ 1 minute ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂഷ്വലി വാട്ട് ദേ ഡു ഇസ്, ഐ ഡോണ്ട് നോ വെദർ ദേ ഡു സെപ്പറേറ്റ് ഷൂട്ട് ഫോർ ദാറ്റ്, ബട്ട് 1 minute ആഡ് ചെയ്തിട്ട് 30 seconds 10 seconds 15 seconds ഒക്കെ പ്രിപ്പയർ ചെയ്യും ഫോർ ടെലിവിഷൻ കൊമേഴ്സ്യൽസ്, തിയേറ്റർ കൊമേഴ്സ്യൽസ്, ലൈക്ക് ദാറ്റ്. സോ they have a planning as in how much they have to shoot, what they have to shoot. It's crystal clear. പറഞ്ഞപ്പോഴാണ് ലൊക്കേഷൻസ് അതുകൊണ്ടായിരിക്കും അവർ ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്. ആൻഡ് ഐ തിങ്ക് ജസ്റ്റ് ഡ്യൂറിങ് കോവിഡ് ഓർ റൈറ്റ് ആഫ്റ്റർ ദ കോവിഡ് ദേ ഡിഡ് ദിസ്. അപ്പൊ എന്ന് വെച്ചാൽ അവര് ഒരുപാട് സ്ഥലങ്ങൾ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല, ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും. വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ആ ആർട്ട് ഗാലറി വേർ ദ majority of the film അവിടെ നടത്തും. അതെ അതെ. And costumes also, they have saved much in the costume. Biju is, I mean almost everyone is wearing the same costume till the throat. And Alencier ഒക്കെ വളരെ വളരെ what do you say, calculated moves. അതല്ലേ actually ഒരുപാട് അങ്ങേക്ക് he could have done lot more as a character, but അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ്. I think that's I don't know. What did you think about other characters? Other characters, I mean അങ്ങനെ പ്ലോട്ടില് അത്ര ഇതൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. അവര് ചോദിക്കുന്ന രീതിയും അതൊക്കെ രസമായിരുന്നു. മേജറായിട്ട് ബിജു ടു ദ പോയിന്റ്. ആക്ച്വലി അവിടെ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത്, ഈവൻ that guy Prasanth is going near him and in a soft manner, and they are moving out. പിന്നെ ഒന്ന് പറഞ്ഞിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ what I read about someone is that after the movie these makers found it like when they found something wrong, they introduced that fight scene as in somebody is intruding into their space. Other. So what do you think? എനിക്കത് കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ they would have ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറയാം. Yeah, and they might be coming there on a regular basis or occasionally. അപ്പൊ ഇവരെ എക്സ്പെക്ട് ചെയ്യണ്ടാവില്ല അവരൊന്നും. അവരപ്പ ഇങ്ങനെ ഇതാവാനായിട്ട് അങ്ങോട്ട് പോകുമ്പോ ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഫൈറ്റ് സീൻ എക്സ്പെക്റ്റഡ് ആണ്. അതും ഈ പറഞ്ഞ സോങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് ട്രെൻഡ് ആണ്. I mean to keep it engaging and to there has to be seen. That is how a film script is being made.
അതായത് സാധാരണ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ അപ്പുറത്തേക്ക് യു വിൽ ആഡ് വെറെവർ ഇറ്റ് ഇസ് ഗോയിങ് സ്ലോ ഓർ എൻഗേജിങ് അല്ലാത്തത് വരുമ്പോൾ ദേ വിൽ നാച്ചുറലി ആഡ് സംതിങ് ടു മേക്ക് ഇറ്റ് എൻഗേജിങ് ആൻഡ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഫിലിം സ്ക്രിപ്റ്റിൽ. Planning, I think it's a very good point. Even when we spoke to Deepu, he was telling about planning is something that ad filmmakers important. Yeah, important. So they do that on a regular basis. So that is, it's a continuation of that what they do in films also. പിന്നെന്താ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അല്ല എനിക്ക് കുറച്ചിതായിട്ട് തോന്നി ആ നിന്ന സീനില് ബാക്ക്ഗ്രൗണ്ടിന്റെ ഇതും ആ ആളുടെ ഫേസിന്റെ ലൈറ്റും വരുന്നത് ഒട്ടും സൂട്ടാവുണ്ടായില്ല. അത് എനിക്ക് തോന്നുന്നത് അത് ഗ്രീൻ സ്ക്രീൻ ചെയ്തതാണ്. ലൈക്ക് ആ അങ്ങനെ ഒരു ലൈനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നായിരുന്നു. എല്ലാ ഇങ്ങനത്തെ കാറിലുള്ള സീൻസില് ബാക്ക്ഗ്രൗണ്ടായത് ഗ്രീൻ സ്ക്രീൻ ഇട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അല്ല അങ്ങനെ എനിക്ക് തോന്നിയത് ആ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും ഈ ആൾക്കാരുടെ ഫേസിൽ വരുന്ന ലൈറ്റും സൂട്ടാവുണ്ടായിരുന്നില്ല ഒട്ടും. ഇങ്ങനെ ഇങ്ങനെ മൂന്നാറ് വരെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ ഹില്ലി ഏരിയയില് അവര് ഇങ്ങനെ ഡ്രോൺ വെച്ചിട്ടുള്ള ഷോട്ട് കാണിക്കുമ്പോ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. പക്ഷെ കാറിൽ പോകുമ്പോ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈറ്റ് ഇങ്ങനെ ഓടുന്നതായിട്ട് കാണും. But in the last scenes, towards the last, when they are going to Minnie's house, I think it's natural only. അതൊക്കെ നാച്ചുറലാ. പക്ഷെ കാർ സീന് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. I mean, I'm assuming ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഗ്രീൻ സ്ക്രീൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. I think maybe. Film overall, I like the film. എനിക്കും ഫിലിം ഇഷ്ടമായി. നറേഷനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇഷ്ടമായി. ഭയങ്കര കൊമേഴ്ഷ്യൽ ഞാൻ തോന്നി. കുറച്ചുകൂടി ഇങ്ങനെ ഇന്ത്യ ഫിലിമായിട്ട് എനിക്ക് തോന്നി. എന്താ കാരണം അതൊന്നും എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് അത്ര പോരായിട്ട് തോന്നിയില്ല. കാരണം മറ്റേ ആളൊക്കെ മെയിൻ റോൾ ചെയ്യുന്ന ആളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. അതൊക്കെ സ്ക്രിപ്റ്റിന്റെ ഇതൊക്കെ ആയിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. മിന്നൽ മുരളിയുടെ മാതിരി മിന്നൽ മുരളിയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ആള് വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവർ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര അബ്സേർഡ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് അതിലൊരു ഗുഡ് ആക്ടർ ഒന്നും തോന്നിയില്ലായിരുന്നു. ലൈക്ക് മെനി പ്ലേസസ് ഇറ്റ് വാസ് ക്വൈറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ മിന്നൽ മുരളി. ഇതിൽ പക്ഷെ കുറെ കൂടി ആ സിറ്റുവേഷൻസും കോണ്ടെക്സ്റ്റും ഇയാളുടെ ആക്ടിങ്ങും ഒക്കെ മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. ഗുഡ് ആക്ടർ ആണെന്ന് തോന്നുന്നു. കാരണം ഈ ഫിലിമിൽ തന്നെ പ്രൂവ് ചെയ്തില്ലേ. അപ്പം മിന്നലിൽ ഭയങ്കര. And the songs, there are two songs mainly that his imagination, where that I think Panupriya's sister is doing that. കൊളുന്തു നുള്ളി നുള്ളി കൊളുന്തു നുള്ളി നുള്ളി കൊളുക്കുമലയില പെണ്ണ് കൊളുന്തു നുള്ളി. So the second one is with this Mini. There is a song. ഒരു നോട്ടം മതി ഹൃദയം ഇനിയും മൂളിയിടുവാൻ. He looks quite young in that in the sequence. But till and some people were saying like the second half is much engaging. I found both first half and the second half interval break I found it really, I told I found it really exciting. Even though we know, I mean as you said, പക്ഷെ ഞാൻ അപ്പോഴും എന്റെ മനസ്സില് like it can be other way also, right? Because he was and that might be a bit spoiler. Not like he was looking very powerful. അതിപ്പോ ജനഗണമനയിലും തന്നെ ട്വിസ്റ്റ് വരിക വന്നാലോ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കൊറേയൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചാൽ even at some point I don't know who is saying
I think the other guy, the കുറച്ച് arrogant ആയിട്ടുള്ള ഒരു guy, I think what is his name? Job. Job is the character name. So he was saying, no, അങ്ങനെ look wise you cannot make out whether he is a criminal or not. And what about this that cop, that lady cop? ലീലി കോപ്പിന്റെ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയ, പക്ഷെ ഭയങ്കര ആർട്ടിഫിഷ്യൽ, That's a bit of ഭയങ്കര overacting thing. ഓവർ ആക്ടിങ് ആയിട്ട് തോന്നി. ആ പാർട്ടിൽ എനിക്ക് തോന്നുന്നു മറ്റേ പാപ്പനിലുണ്ടായിരുന്ന ആ ലേഡിയുടെ കൊള്ളാം. Yeah. അവന്റെ ആക്ടിങ് പോലീസ് ആ ലേഡി ആയിട്ട് നന്നായിട്ട് ഷൂട്ട്. I think she's a martial art expert. She's a ഇവന് എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി, ഭയങ്കര. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മിക്ക ഫിലിമില് പോലീസ് കോപ്പ്, ലൈക് വിമൻ കോപ്പായിട്ട് വരുന്നവരൊക്കെ ഭയങ്കര സ്ട്രോങ് അങ്ങനത്തെ ഒരു ഇതായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു സീൻ ഇട്ടിട്ടുണ്ട്, ലൈക് ഷീസ് പഞ്ച് ബാഗിൽ പ്രാക്ടീസിങ്. സോ that gives a justification that she is practicing these things and she's not just a officer kind of. If required she can punch out. മറ്റേലും കാണിക്കണ്ടായിരുന്നു അങ്ങനത്തെ പ്രാക്ടീസിങ്. ആക്ച്വലി ഈ ഫിലിം ആ രീതിയിൽ നോക്കുകയാണെങ്കിലോ ഒരു യങ് ഫിലിം മേക്കേഴ്സിന് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലെസൺ, ലൈക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the craft of telling the story, അതായത് the technique in which the story is being told, lag ഇല്ലാണ്ട്, I mean ഇത്ര ചെറിയൊരു സബ്ജക്റ്റിന് ഇത്ര എൻഗേജിങ് ആക്കിയിട്ട്. സി ഇമാജിൻ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് in detail that this question, how he has to behave, how I mean of course there will be something that is written off, the actor talent were, but how he has to behave or what will be his natural behavior, how he will react എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടാവും എഴുതുമ്പോൾ. അങ്ങനെ ചെറിയ ചെറിയ സിറ്റുവേഷൻസിനെ വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ട് എൻഗേജിങ് ആക്കിയിട്ട് കൊണ്ടുപോകുന്ന അതൊന്ന്. നേരത്തെ പറഞ്ഞ പോലത്തെ പ്ലാനിങ്, ലിമിറ്റഡ് ലൊക്കേഷൻ വെച്ചിട്ട്, ലിമിറ്റഡ് കോസ്റ്റ്യൂംസ് വെച്ചിട്ട്, ലൈക്ക് ഓൾ ദീസ് തിങ്സ് ആർ വെരി ഗുഡ് ലേണിംഗ് ഐ തിങ്ക്. ഓഫ് കോഴ്സ് അതിന്റെ അവരുടെ ലിമിറ്റേഷൻസ് കൂടി ആയിരിക്കും കോവിഡ് സമയത്തുള്ളതായിരിക്കും, പക്ഷെ ആൻഡ് മേക്കിംഗ് ഇറ്റ് സിനിമാറ്റിക് വിത്തൗട്ട് ഇത് എന്താ പറയാ മുഴച്ചു നിൽക്കാണ്ട് അതിൽ സോങ് ഇൻക്ലൂഡ് ചെയ്യണതും ഇതൊക്കെ, ലൈക്ക് ഇറ്റ്സ് ഗോയിങ് വെരി സ്മൂത്ത്ലി. Such that way I think it's a good learning also for aspiring filmmakers to look at it keen. And there is ഇത് ഒരു പക്ഷേ ആരും പറഞ്ഞു കണ്ടതല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ will you go and do crime? There could be a chance also like that, because these things, and there is a line also saying that this is ഉപയോഗിക്കുന്ന drug, it's kind of unpredictable or something. I don't remember the exact line. That is also being told, as in this guy has some criminal background, okay, not criminal background, by chance he makes a mistake, okay, such things are there. So in a way what the makers might be saying is that these things are common, like anyone can get into such a trap. Like he was drunk when he drove the jeep, പക്ഷേ it was not his mistake. But there was a case. Technically his mistake തന്നെയാ, കാരണം drunk ആയി ഡ്രൈവ് ചെയ്യാൻ പാടില്ലല്ലോ. That's there, പക്ഷേ he was riding on his side. They came suddenly and on a high range it will be like curved roads. അപ്പോ അങ്ങനത്തെ ഡീവിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് you cannot, it will be like accidents happen in a spark of seconds. So when someone comes and collide, I don't think there is much that he could have done. അങ്ങനെ I mean that is how it is അതങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. But he is doing some malpractice in his passport and all. എനിക്ക് തോന്നുന്നു ഇയാള് വിദേശത്ത് പോകാനായിട്ട്, because he did something against Poland. So if he has to escape, he should have another thing, remember the last bit Biju Menon പറയുന്ന, that's a very good credit to the cops, I think. കാരണം cops are thinking something beyond what could have happened, like അവര് ആലോചിക്കുമ്പോൾ okay
ഇയാൾ ഈ ഗോൾഡ് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ there is a story which again is could be a kind of spoiler. പക്ഷെ അത് പറയുമ്പോൾ അത് ഭയങ്കര രസമുണ്ട്. ആൻഡ് ദ വേ ജയേഷ് is responding to that is also yeah. I think overall it's come out really good. Yeah, I think people should watch and spread the word. What do you think? നല്ല ഫിലിമായിട്ട് തോന്നിയ ഷോർട്ട് സ്റ്റോറിയാണ്, പിന്നെ എൻഗേജിങ് ആണ്, അപ്പൊ കാണുന്നതല്ലേ. ജയേഷേ, ഇനി കളി മാറും കേട്ടോ.